കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ചാവക്കാട്ടുകാരിയായ ഡോക്ടർ ആയിഷ മുഹമ്മദ്. അവർ ഡോക്ടറാണ്. അവർ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊരു മകളുണ്ട്. അവരുടെ ഭർത്താവ് അവളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു വിവാഹം ചെയ്തു. വിവാഹം ചെയ്തത് മാത്രമല്ല, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വീടിന് മുന്നിൽ ഗേറ്റ് അടച്ച് പടിയടച്ച് പിണ്ടം വെക്കുക എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഗേറ്റിന് മുന്നിൽ അവർ നിന്ന് സമരം ചെയ്യുകയാണ്. എന്നെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വിഷയത്തിൽ ഏകദേശം 100 പവൻ സ്വർണം വരെ കല്യാണത്തിൽ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കല്യാണം കഴിക്കുന്നത്. അതൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തിരിച്ചു വേണം എന്നൊക്കെയുള്ള ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട്. മാത്രമല്ല, അവരുടെ വീട്ടിലേക്ക് കയറാനും മകൾക്കും അവൾക്കുള്ള ചിലവിനുള്ള ആവശ്യങ്ങളൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഞാൻ ഈ വിഷയം ഒന്നുമല്ല സംസാരിക്കുന്നത്. ഞാൻ അവർ തമ്മിലുള്ള ഗോസിപ്പുകളോ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പോ ഒന്നും അല്ലാതെ നിങ്ങൾക്ക് അവരുടേതായ അനുഭവങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ കയറി അവിടെ വീഡിയോസ് കണ്ടാൽ മതി. അവർ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്, സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം അടിയന്തരമായിട്ട് നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ, മഹല്ല് ജമാഅത്തുകൾ, സംവിധാനങ്ങളൊക്കെ നമ്മൾ അടിയന്തരമായി പരിഗണിക്കേണ്ട വിഷയമാണ്. കാരണം ഇതുണ്ടാക്കുന്ന ഡാമേജ്, മുസ്ലിം സൊസൈറ്റിക്ക് ഇതുണ്ടാക്കുന്ന ഡാമേജ് വളരെയധികം ഭീകരമായിരിക്കും. കാരണം മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പല യൂട്യൂബേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിഷയം എടുത്തിട്ട് അലക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വ സമ്പ്രദായം. അപ്പോൾ ഇസ്ലാം ശരിക്കും ബഹുഭാര്യത്വ സമ്പ്രദായത്തെ പ്രൊമോട്ട് ചെയ്യുന്നൊരു മതമല്ല, പ്രൊമോട്ട് ചെയ്യുന്നല്ല, അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ ഇതൊരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, കുറേ മക്കളുണ്ടാവും, അത് മുഖേന ഇസ്ലാമിൽ ആളുകളുടെ എണ്ണം കൂടാന്നുള്ളതൊന്നും ഇസ്ലാമിൻ്റെ ആഗ്രഹമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ആഗ്രഹമല്ല. അങ്ങനെ ഒരു ലോകം മൊത്തം ഇസ്ലാം പടർന്ന് പന്തലിച്ച് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം ഇസ്ലാമിന് പണ്ടേ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ, പ്രവാചകൻ്റെ കാലത്ത് ഒരുപാട് വിവാഹങ്ങൾ, ഒരു 10ഉം 20ഉം 100ഉം ഒക്കെ കല്യാണം കഴിച്ച സ്വഹാബിമാരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അത് അത്രയും കല്യാണം കഴിക്കുന്നത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നിങ്ങൾ 4 വരെ മാത്രമേ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഖുറാനിലെ ആയത്താണ് ഫൈൻ ഫങ്കിഹു മാ ത്വബലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാ. ഈ ഒരു ആയത്ത് സ്പെസിഫിക് ആയിട്ടെടുത്ത് പൊതുവെ ഈ ഒരു ആയത്തിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ നോൺ മുസ്ലിംസിനോട് ചോദിച്ചാൽ പോലും അവർ പറയും, നിങ്ങൾ മുസ്ലിംസ് ആണല്ലോ, നിങ്ങൾക്ക് 4 വിവാഹം വരെ ചെയ്യാലോ എന്നുള്ളത് പറയാറുണ്ട്. ശരിക്കും അതിനുശേഷം വരുന്ന ആയത്ത് കൂടി വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, 2ാം വിവാഹം 3ാം വിവാഹം ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേട്ടിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഖുർആനിൽ വന്ന കാര്യമാണല്ലോ. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, അതായത് നിങ്ങൾ അവർക്കിടയിൽ നീതി, ഒരു 2 ഭാര്യമാർക്കിടയിൽ നിങ്ങൾക്ക് നീതി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയൂല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫവാഹിദ, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്താണ്, നിങ്ങൾ ഒറ്റ വിവാഹം മാത്രം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഭാര്യമാരുടെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രവാചകൻ്റെ ജീവിതത്തിലും ഒരുപാട് മാതൃകകളുണ്ട്. അപ്പോൾ അത് ഈ അതില് എന്നത് എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് കാണേണ്ട കാര്യമാണ്. അല്ലാതെ ഇസ്ലാമിൽ 2, 3, 4 വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമിൽ പൊതുവൊരു വിവാഹത്തിനൊരു സെക്ഷൽ ആസ്പിറേഷൻ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ അല്ല ഇസ്ലാമിലുള്ളത്. അതൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കലാണ്. ഒരു മക്കളെയും അതുപോലെ ഭാര്യമാരുടെയും റെസ്പോൺസിബിലിറ്റി, അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കേണ്ട പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായി മാറുകയാണ് ഭർത്താവ്. അപ്പോൾ കേവലം ഒരു സെക്ഷൽ ആസ്പിറേഷൻ മീറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇസ്ലാമിലെ വിവാഹം കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അതിലിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ റബീഉൽ അവ്വൽ മാസമാണ്. നമ്മൾ ഈ ഒരു ആയിഷ മുഹമ്മദിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് ചിലവിന് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഈ നമ്മുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റികൾ ഒരുപാടുണ്ട്. ഇപ്പോൾ അവരൊക്കെ മലബാറിലുള്ള കോഴിക്കോട് ജില്ലയിലേക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. സ്വാഭാവിക കോഴിക്കോട് ജില്ലയിലും അതുപോലെ മലബാർ ബെൽറ്റിലുള്ള ഒരു മുസ്ലിം സൊസൈറ്റിയുടെ ഒരു എൻ്റർ ഒരു ഇത് കൗണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99% ഏതെങ്കിലും APEK മഹലുമായി ബന്ധപ്പെട്ട മഹലുകളാവാനാണ് സാധ്യത. സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ഒരു പണ്ഡിത സഭകളുണ്ട്, പണ്ഡിത സമൂഹമുണ്ട്, ജില്ലാ മുഷാവറുണ്ട്, കേന്ദ്ര മുഷാവറുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു വിഷയം വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, പരിഗണിച്ചുകൊണ്ട് ഇതെന്ത് ചെയ്യണം, പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഡിലൈഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ് എന്നാണ്. എത്രത്തോളം നീതി വൈകിപ്പിക്കുന്നു അത്രത്തോളം ആ വിക്ടിം എന്ത് ചെയ്യാണ്, അനീതിക്ക് വിധേയമാകുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ വിഷയം നമ്മൾ എന്ത് ചെയ്യണം, മഹല്ല് കമ്മിറ്റികളൊക്കെ ഇതിൽ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം അവരാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 2ാമതൊരു വിവാഹം ചെയ്യുമ്പോൾ 1ാം ഭാര്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവർ തൊലാക്കിലാണോ, അവർക്ക് കൊടുക്കേണ്ട എന്താ പറയുക, മൈഷത്തിനുള്ള
ഉപജീവനം നടത്താനുള്ള ഭക്ഷണങ്ങളും അതുപോലെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്. വേണമെങ്കിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കൊടുക്കുക, വിവാഹം ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഫിഖിന്റെ മസലയിൽ മാത്രം ഈ വിഷയങ്ങൾ ഈ വിഷയങ്ങൾ കാണാൻ കഴിയില്ല. കാരണം അപ്പോൾ മഹല്ല് കമ്മിറ്റികളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മളൊരു റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? അത് പ്രവാചകൻ്റെ അപദാനങ്ങളും പ്രവാചകൻ്റെ മഹാത്മ്യങ്ങളും പ്രവാചകൻ്റെ ജീവിത കഥകളൊക്കെ വിശ്വാസികൾക്കിടയിൽ നോൺ മുസ്ലിംസിൻ്റെ ഇടയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി നഗ്നമായ അനീതിയാണ് നേരിടുന്നത് എന്ന് പറഞ്ഞ് വീടിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അതിൽ ഇടപെടാത്ത മഹൽ നേതൃത്വം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണ്ഡിറ്റ് നേതൃത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇതിന് കുറ്റവാളികളാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു വിഷയം ഉണ്ടാക്കുന്ന ഡാമേജ് നമ്മൾ എത്രത്തോളം പ്രസംഗിച്ചാലും എത്രത്തോളം പ്രഭാഷണങ്ങൾ നടത്തിയാലും അല്ലെങ്കിൽ എത്രത്തോളം എഴുത്തുകൾ നടത്തിയാലൊന്നും തീരാത്ത അത്ര ഡാമേജ് ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്നത് ഒരു സംശയമല്ല. അപ്പോൾ അടിയന്തരമായിട്ട് പരിഹരിക്കാൻ നോക്കണം. ഇനി ഇസ്ലാമിൽ ഈ അതിൽ എന്നുള്ള ഈ നീതി എന്ന് പറയുന്ന കാര്യം നമ്മൾ സാധാരണ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന പോലെയുള്ള റിലേഷൻഷിപ്പ് ഒന്നല്ല ഇസ്ലാമിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇസ്ലാം പ്രോ ലിബറലാണ്. പ്രോ ലിബറൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രോ ഫെമിനിസ്റ്റ് ആണെന്നൊക്കെ പറയാം. അപ്പം ഞാൻ 2-3 ഉദാഹരണം പറയാം. ഒരുപാട് ഉദാഹരണം ഒന്നും പറയുന്നില്ല. 2-3 ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇസ്ലാം എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പിനെ കാണുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവും കിച്ചണിൽ എന്ത് ചെയ്യണം, ഭാര്യയെ സഹായിക്കണം. അത് സാധാരണ നമ്മൾ മോഡേൺ ഇതിലൊക്കെ പൊതുവെ പറയാറുണ്ടല്ലോ. ഇസ്ലാം അങ്ങനെ സഹായിക്കണം എന്നും കൂടിയല്ല പറയുന്നത്. ഇസ്ലാം എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഭാര്യയ്ക്ക് അങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഭാര്യയുടെ ഉത്തരവാദിത്തമേ അല്ല. ഭാര്യ പറയുകയാണ് എനിക്കൊരു സെർവൻറ്റിനെ നിയമിച്ച് തരണം എന്ന് പറഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് ആണിനുണ്ട്. അത് ഫിഖ് മസലയാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, കർമ്മശാസ്ത്രപരമായിട്ട് ഉസ്താദന്മാരോടൊക്കെ ചോദിക്കാം. അതായത് ഒരു എന്ത് ചെയ്യണം, ഒരു വേലക്കാരിയെ ഒരു സെർവൻറ്റിനെ ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, കൊടുക്കണം. ഇനി ഇത് മാത്രമാണോ? വേറെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് ഭാര്യ നിങ്ങളുടെ മോളെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ മോനെ ആ ഭാര്യ മുലയൂട്ടുന്നുണ്ടെങ്കിലും ഭാര്യയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്കിത് മുലയൂട്ടുന്ന എനിക്ക് ക്യാഷ് വേണമെന്ന് ഒരു മോണിറ്ററി ബെനിഫിറ്റ് വേണമെന്ന് ഭാര്യ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഭർത്താവിനുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രോ ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്ലാമിൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റബീഉൽ അവ്വൽ മാസമാണ്, അത് പ്രവാചകൻ്റെ മാസമാണ്, ആയിഷ ബിയുടെ മാസമാണ്, അതുപോലെ നമ്മുടെ ഖദീജ ബിയുടെ മാസമാണ്, അതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ എല്ലാവരുടെയും മാസമാണ്. അപ്പോൾ അവരെങ്ങനെയാണ് പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരു നീതി നടപ്പിലാക്കാൻ വന്ന ഒരു തിരുദൂതനാണല്ലോ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുനടന്നതിരുന്നതിലുള്ള ഒരുപാട് മാതൃകകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിഷ ബീവി അവർ പ്രവാചകൻ ഓരോ ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസം ഓരോ വീടുകളിലാണ് താമസിച്ചിരുന്നത്. അതായത് ഒരു വീട്ടിലും ഒന്നിലധികമോ അല്ലെങ്കിൽ 2-ലധികമോ ദിവസം അവർ താമസിക്കാറില്ല. അല്ലെങ്കിൽ അങ്ങനെ താമസിക്കാന്നുണ്ടെങ്കിൽ ഈക്വൽ എന്ത് ചെയ്യണം, ഷെയർ. കാരണം എല്ലാവർക്കും പ്രവാചകൻ എൻ്റോടൊപ്പം ഉണ്ടാവണമെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റോടൊപ്പം ഉണ്ടാവണമെന്ന് എല്ലാ ഭാര്യമാർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരാൾക്ക് കൂടുതൽ സമയം ഒരാൾക്ക് കുറവ് സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അവസാനം വഫാത്തിൻ്റെ സമയത്ത് ആയിഷ ബീവിൻ്റെ അടുത്ത് കടക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹം ഉണ്ടായപ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആയിഷ ബീവിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വഫാത്താക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ 2-3-4 വിവാഹം ചെയ്യുന്നതിന് അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടൊന്നുമില്ല, പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. പരമാവധി ലിമിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചില ഹദീസുകളൊക്കെ ഉണ്ട്. നിങ്ങൾ 2 ഭാര്യമാർക്കിടയിൽ, ഇപ്പോൾ ഞാനിതിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഹദീസിൻ്റെ മലയാളം പറഞ്ഞുതരാം. 2 ഭാര്യമാർക്കിടയിൽ നിങ്ങൾക്ക് നീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അന്ത്യനാളിൽ നിങ്ങൾ ഹിസാബിന് വേണ്ടി വരുമ്പോൾ, വിചാരണയ്ക്ക് വേണ്ടി പടച്ചവൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു ഭാഗം ഇങ്ങനെ സാക്കിത്തായിട്ട്, അതായത് പ്രവർത്തിക്കാൻ കഴിയാതെ നേരായ നടന്നു വരുന്ന മനുഷ്യൻ്റെ ഒരു ഭാഗം തളർന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുക, അങ്ങനെ തളർച്ച അനുഭവിച്ചിട്ടായിരിക്കും നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ഹിസാബിന് വേണ്ടി വരേണ്ടി വരാമെന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ഒരുപാട് വിവാഹം ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ബഹുഭാര്യത്തെ ഇസ്ലാം അനുവദനീയമാക്കിയത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ യുദ്ധങ്ങളുണ്ടാവും, കാലാമിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഫലസ്തീനിൽ യുദ്ധം നടക്കുന്നു, ലബനാനിൽ യുദ്ധം നടക്കുന്നു. യുദ്ധത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ആളുകൾ ആരാണ്? കൊല്ലപ്പെടുന്ന ആളുകൾ ആരായിരിക്കും? ആണുങ്ങളായിരിക്കും. സ്വാഭാവികമായിട്ട് ഒരു സൊസൈറ്റിയിൽ ആണുങ്ങളുടെ എണ്ണം കുറയുകയും പെണ്ണുങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വിവാഹം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാക്കിയുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് ജീവിതം ഉണ്ടാവില്ല. ജീവിതം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആൾ കൂടി ഉണ്ടാവില്ല. ഇസ്ലാമിൽ കല്യാണം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കലാണ്, അല്ലാതെ ഒരു സെക്ഷൽ ആസ്പിറേഷൻ ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനേ അല്ല. അത് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു പ്രൈമറി ഇൻറ്റൻഷൻ അല്ല, മറിച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കലാണ്. അതുപോലെ അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബഹുഭാര്യത അനുവദിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ കുറേ ആളുകളുടെ എണ്ണം കൂടണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വിവാഹം
ഇതിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അതിലൂടെ ഇസ്ലാം എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പടർന്നു പന്തലിക്കാന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യകാലത്ത് തന്നെ പ്രവാചകൻ എന്താ പറയുക, നിങ്ങൾ ഒരുപാട് വിവാഹം കഴിച്ചിട്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടായിക്കോളും എന്നല്ല പറയാം. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മാത്രമല്ല ഇനി അത് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഒരു സൊസൈറ്റി എടുക്കുക, നിങ്ങളുടെ മഹല്ലുകൾ എടുക്കുക. ആ മഹല്ലുകളിൽ ഇസ്ലാം ഇതൊരു പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ഒരുപാട് വിവാഹം ചെയ്യും. എന്നാൽ നിങ്ങൾ മഹലെടുത്തിട്ട് ഒരു 100 ഒരു 1000 ആളുകളുള്ളൊരു മഹലെടുക്കുക, വിവാഹപ്രായത്തെ 1000 ആളുകളുടെ മഹലിൽ എത്ര ആളുകൾ ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഒരു 10 ഒരു 1000 ആൾക്കാരുണ്ടെങ്കിൽ 10 15 20 ആൾക്കാരൊക്കെ മാക്സിമം കാണാൻ കഴിയുള്ളൂ. എൻ്റെ പരിചയത്തിലൊന്നും അങ്ങനെ, എൻ്റെ മഹലുകളിൽ നിന്നും അങ്ങനെ ഒന്നിലധികം വിവാഹം ചെയ്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമല്ല. അപ്പോൾ ഇത് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയം അടിയന്തരമായിട്ട് നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ സംവിധാനങ്ങൾ അടിയന്തരമായിട്ട് ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു മതത്തിന്, ഈ ഒരു മതസംഹിതക്ക്, ഈ ഒരു സംവിധാനത്തിന് ഉണ്ടാക്കുന്ന ഡാമേജ് ചില്ലറാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇടപെടേണ്ട ആളുകൾ ഇടപെടുക, ഇടപെടേണ്ട ആളുകൾ നിർബന്ധമായിട്ടും ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.